ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ദാ ഇന്നും ചമ്മന്തിയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നമുക്ക് അടുപ്പിച്ച് ചമ്മന്തി റെസിപ്പീസാണ്. ഇന്ന് വ്യത്യസ്തമായ ഒരു ചമ്മന്തിയാണ്. നമ്മുടെ ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഓർക്ക പുളി, ഇരുമ്പൻ പുളി എന്നൊക്കെ പറയുന്ന പുളി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി. ഈ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മാങ്ങ ചമ്മന്തി പോലെ തന്നെ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് ഈ ചമ്മന്തി റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ 3 ചെമ്മിപ്പുളി എടുത്തിട്ടുണ്ട്. ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി എന്ന് പറയും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഓർക്കാപ്പുളി എന്ന് പറയും. ഇത് അത്യാവശ്യം മൂപ്പായ പുളിയാണ്. അത് 3 എണ്ണം മതി. ഇതിലേക്കായിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം, ചെറിയ ഉള്ളിയാണെങ്കിൽ 4 എണ്ണം വരെ ചേർക്കാം. പിന്നെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം വേണം ഈ ചമ്മന്തിക്ക്. പിന്നെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളകാണ്. നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. 3ഓ 4ഓ ചേർക്കാം. ഇല്ലെങ്കിൽ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്താലും മതി. 1 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പുളി കുറച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പുളിയുടെ എണ്ണം കൂട്ടിയെടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, പുളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചിരവിയത്, പിന്നെ മുളക് പൊടി ഞാനൊരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ഒരുപാട് വേണ്ട. പിന്നെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ചമ്മന്തിയുടെ ഭാഗത്തിൽ അരയ്ക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ കറക്കി അരയ്ക്കുന്ന പോലെ അരയ്ക്കരുത്, വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ആ പുളിയിലുള്ള വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചമ്മന്തി മാറ്റുകയാണ്. ഇത് നമുക്ക് ഉരുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉരുട്ടി തന്നെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്ര അരിഞ്ഞാൽ മതി കേട്ടോ, ഒരുപാട് അരിഞ്ഞു പോകരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ കുത്തലും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ കറക്റ്റ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറവ് ചേർത്തിട്ട് ചെയ്യാം. അത് പിന്നീട് ഒരു ദിവസം ഞാൻ കാണിച്ചു കേട്ടോ. വറവ് ചേർത്തിട്ട് ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുകയെന്ന്. അത് ചട്ടിയിലിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കണം നമ്മൾ വറവ് ചേർത്ത് ചെയ്യുമ്പോൾ. അത് പിന്നീട് ഒരു ദിവസം കാണിക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി അല്ലേ, അധികം സമയം വേണ്ട. ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.